Hello everyone, welcome to Rank Race new video. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഹൗ ടു സോൾവ് എ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ. ക്വാഡ്രാറ്റിക് ഇക്വേഷൻസ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഡിസ്കസ് ചെയ്യാനുള്ളത് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ ഒരു കോമൺ ഫോം എന്താണ്. ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ കോമൺ ഫോം എ എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സ് പ്ലസ് സി ഇസ് ഈക്വൽ ടു വൈ അല്ലെങ്കിൽ എഫ് ഓഫ് എക്സ് എന്ന് പറയാം. ഇതിനെയാണ് നമ്മളൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എന്ന് പറയുന്നത്. ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ ഹയസ്റ്റ് പവർ എന്ന് പറയുന്നത് 2 ആണ്. അതായത് എക്സിനെ 2 പ്രാവശ്യം മൾട്ടിപ്ലൈ ചെയ്യുന്നുണ്ട്. അൺനോൺ വേരിയബിളിനെ നമ്മൾ 2 ടൈം മൾട്ടിപ്ലൈ ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് അതിൻ്റെ പവർ 2 ആയി. ഓക്കെ, ഇനി നമുക്ക് ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ ഗ്രാഫ് എങ്ങനെ ഉണ്ടാവും നോക്കാം. ഗ്രാഫ് ഓഫ് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ. ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ ഗ്രാഫ് ഒരു പാരബോള ഓപ്പണിംഗ് അപ്വേർഡ്സ് അല്ലെങ്കിൽ ഡൗൺവേർഡ്സ് ആയിരിക്കും. പാരബോള ഓപ്പണിംഗ് അപ്വേർഡ്സ് കിട്ടണമെങ്കിൽ ഇതിനെയാണ് പാരബോള ഓപ്പണിംഗ് അപ്വേർഡ്സ് എന്ന് പറയാം. പാരബോള ഓപ്പണിംഗ് അപ്വേർഡ്സ് കിട്ടണമെന്നുണ്ടെങ്കിൽ എ പോസിറ്റീവ് ആയിരിക്കണം. പാരബോള ഓപ്പണിംഗ് ഡൗൺവേർഡ്സ് കിട്ടണമെങ്കിൽ എ നെഗറ്റീവ് ആയിരിക്കും. നമ്മുടെ ഇക്വേഷനിലുള്ള എ എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സ് പ്ലസ് സി എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സ് പ്ലസ് സി എന്ന ടേമിൽ എ പോസിറ്റീവ് ആയിക്കഴിഞ്ഞാൽ പാരബോള ഓപ്പണിംഗ് അപ്വേർഡ്സ്, എ നെഗറ്റീവ് ആയിക്കഴിഞ്ഞാൽ പാരബോള ഓപ്പണിംഗ് ഡൗൺവേർഡ്സ്. ഓക്കെ, ഇനിയിപ്പോൾ നമ്മൾ ഈ ഗ്രാഫിൽ ഏതെങ്കിലും ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ ഗ്രാഫിൽ നമുക്ക് ഈ 2 പോയിന്റ്സ് കിട്ടണമെന്ന് വിചാരിച്ചു. എക്സ് എക്സിന് കിട്ടുന്ന ഈ 2 പോയിന്റ്സ് കിട്ടണമെന്ന് വിചാരിച്ചു. അന്നേരം നമ്മൾ എന്താ ചെയ്യുക? അന്നേരം നമുക്ക് ചെയ്യേണ്ടത് നമ്മളുടെ ഇക്വേഷനായ എ എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സ് പ്ലസ് സി ഈക്വൽ ടു വൈ, ഇതിൽ നമ്മൾ എന്തായിട്ട് ഇക്വേറ്റ് ചെയ്യണം? 0 ആയിട്ട് ഇക്വേറ്റ് ചെയ്യും. കാരണം എന്താ? കാരണം ഈ പോയിന്റ്സിൽ വൈ കോർഡിനേറ്റ് 0 ആയിരിക്കും. അപ്പോൾ ഇവിടെ എ കോമ 0 ആയിരിക്കും, ഇവിടെ ബി കോമ 0 അല്ലേ. എയും ബി ഏതെങ്കിലും നമ്പർ ആയിക്കോട്ടെ, അതിൻ്റെ റൂട്ട്സ് എന്ന് പറയാം നമുക്ക്. അപ്പോൾ ഈ ഇക്വേഷൻ്റെ റൂട്ട്സ് നമുക്ക് പറയാം എയും ബിയും. ആ സമയത്ത് നമുക്ക് മനസ്സിലാവുന്നത് ഇവിടുത്തെ വൈ കോർഡിനേറ്റ് 0 ആയിരിക്കും അല്ലേ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇക്വേറ്റ് ടു വൈ. ഇനി ഇത് നമ്മൾ വൈ ആയിട്ട് 0 ആയിട്ട് ഇക്വേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെ സോൾവ് ചെയ്യുമെന്ന് നോക്കാം. ഇതിന് സോൾവ് ചെയ്യാൻ 2 മെത്തേഡ്സ് ഉണ്ട്. ആദ്യത്തെ മെത്തേഡാണ് നമ്മൾ ജനറൽ ഫോർമുല. സെക്കൻഡ് മെത്തേഡാണ് ഫാക്ടറൈസേഷൻ മെത്തേഡ്, ഫാക്ടറിംഗ് മെത്തേഡ്. ഓക്കെ, നമ്മൾ ജനറൽ ഫോർമുല എന്താന്ന് പറഞ്ഞാൽ എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സ് പ്ലസ് സി ഈക്വൽ ടു 0 എന്നുണ്ടെങ്കിൽ നമ്മൾ ഇക്വേഷൻ ഇതാണ്. എക്സ് ഇസ് ഈക്വൽ ടു മൈനസ് ബി പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് 4ac ഡിവൈഡഡ് ബൈ 2a ഡിവൈഡഡ് ബൈ ഇക്വേഷൻ നോട്ട് ചെയ്തെടുക്കണേ. ഓക്കെ, ഇവിടെ ബി സ്ക്വയർ മൈനസ് 4ac ആണ് ഡിസ്ക്രിമിനൻറ്റ്. ക്യാപിറ്റൽ ഡി കൊണ്ടാണ് അതിനെ ഡിനോട്ട് ചെയ്യുന്നത്. ഡി പോസിറ്റീവ് ആണെങ്കിൽ ജനറലി 2 റൂട്ട്സ് കിട്ടും, 2 റിയൽ റൂട്ട്സ് കേട്ടോ, റിയൽ റൂട്ട്സ്. ഡി 0 ആകുമ്പോൾ നമുക്ക് 1 റൂട്ട് കിട്ടും. ഡി നെഗറ്റീവ് ആകുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഇമാജിനറി റൂട്ട്സ് കിട്ടും. ഓക്കെ, ഇനി നമുക്ക് ഫാക്ടറൈസേഷൻ മെത്തേഡ് നമുക്ക് ഏതെങ്കിലും ഒരു എക്സാമ്പിൾ നോക്കുമ്പോൾ നമുക്ക് പറഞ്ഞു തരാം. ഓക്കെ, വിത്ത് ഹെൽപ്പ് ഓഫ് എക്സാമ്പിൾ. ഓക്കെ, ഇതിനു മുമ്പ് എനിക്ക് കുറച്ച് 1-2 കാര്യങ്ങൾ പറയാനുണ്ട്. നമ്മൾ എ എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സ് പ്ലസ് സി ഈക്വൽ ടു 0 എന്നുള്ളൊരു ഇക്വേഷനിൽ നമുക്ക് ആൽഫയും ബീറ്റയും ആണ് ഇതിൻ്റെ റൂട്ട്സ് എന്ന് വിചാരിച്ചു. ആൽഫ ബീറ്റ. ഓക്കെ, നമുക്ക് ഈ ഇക്വേഷൻ സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന റൂട്ട്സ് ആൽഫയും ബീറ്റയും എന്ന് വിചാരിക്കാം. ആ സമയത്ത് നമുക്ക് ആൽഫ പ്ലസ് ബീറ്റ എന്താണ്? ഈക്വൽ ടു, അതായത് സം ഓഫ് റൂട്ട്സ് ഈക്വൽ ടു മൈനസ് ബി ബൈ എ. ഓക്കെ,
നോട്ട് ചെയ്തെടുക്കുക. പ്രൊഡക്റ്റ് ഓഫ് ഫ്രൂട്ട്സ്, അതായത് ആൽഫ ഇൻറ്റു ബീറ്റ, പ്രൊഡക്റ്റ് ഓഫ് ഫ്രൂട്ട്സ് അതാണ് ഈക്വൽ ടു സി ബൈ എ. ഇത് നമുക്ക് ജസ്റ്റ് ഒന്ന് പ്രൂവ് ചെയ്ത് നോക്കാം. നമുക്ക് നമ്മൾ ഇക്വേഷനിൽ രണ്ട് റൂട്ട്സ് ഉണ്ട് അല്ലേ. നമ്മൾ ജനറൽ ഫോർമുല വെച്ച് നോക്കിക്കഴിഞ്ഞാൽ മൈനസ് ബി പ്ലസ് റൂട്ട് ബി സ്ക്വയർ മൈനസ് 4ac ഡിവൈഡഡ് ബൈ 2a അതൊരു റൂട്ടാണ്. മൈനസ് ബി മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് 4ac ബൈ 2a അത് വേറെ റൂട്ട്. ഇനി നമുക്ക് ഇതിനെ ആൽഫ എന്ന് കൊടുക്കാം, ഇതിന് ബീറ്റ എന്ന് കൊടുക്കാം. ഓക്കെ, ഇനി നമുക്ക് ആൽഫ പ്ലസ് ബീറ്റ ചെയ്ത് നോക്കാം. ആൽഫ പ്ലസ് alpha plus beta is equal to minus b plus root b square minus 4ac by 2a plus minus b minus root b square minus 4ac by 2a. ഇത് നമുക്ക് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? പ്ലസ് ബി സ്ക്വയർ മൈനസ് 4ac മൈനസ് ബി സ്ക്വയർ മൈനസ് 4ac അത് കട്ടായി. അന്നേരം നമുക്ക് കിട്ടുന്നത് ഇസ് ഈക്വൽ ടു മൈനസ് 2 ഇൻറ്റു ബി ഡിവൈഡ് ബൈ 2a. 2 ഇൻറ്റു പോയി ഇറ്റ് ഇസ് ഈക്വൽ ടു മൈനസ് ബി ബൈ. ഓക്കെ, ഇനി നമുക്ക് ആൽഫ ഇൻറ്റു ബീറ്റ ചെയ്ത് നോക്കാം. ആൽഫ ഇൻറ്റു ബീറ്റ എന്ന് പറഞ്ഞാൽ മൈനസ് ബി മൈനസ് റൂട്ട് ബി സ്ക്വയർ മൈനസ് 4ac ബൈ 2a ഇൻറ്റു മൈനസ് ബി പ്ലസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് 4ac ബൈ 2a. ഇനി നമുക്കൊരു ജനറൽ ഫോർമുല പഠിക്കാനുണ്ട്. എക്സ് പ്ലസ് വൈ ഇൻറ്റു എക്സ് മൈനസ് വൈ ഇസ് ഈക്വൽ ടു ഡയറക്റ്റ് എഴുതാം എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ. നിങ്ങൾ ജസ്റ്റ് ഒന്ന് എക്സ്പാൻഡ് ചെയ്ത് നോക്കുക, അന്നേരം നമുക്ക് ഈ ഫോർമുല കിട്ടും. ഇതൊന്ന് ജസ്റ്റ് എവിടെയെങ്കിലും ആയിട്ട് നോട്ട് ചെയ്ത് നോക്കാം കേട്ടോ. ഇനി നമുക്ക് ഇത് രണ്ടും മൾട്ടിപ്ലൈ ചെയ്യാം. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ ഈ റൂൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് മൈനസ് ബി ദ ഹോൾ സ്ക്വയർ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് 4ac ദ ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്റർ ദ സ്ക്വയർ അല്ലേ 4a സ്ക്വയർ. അവിടെ 2a മൾട്ടിപ്ലൈ ചെയ്തതിന് 4a സ്ക്വയർ കിട്ടി. ഇനി നമുക്കിതൊന്ന് എക്സ്പാൻഡ് ചെയ്ത് നോക്കാം. ബി സ്ക്വയർ മൈനസ് 4ac ഡിവൈഡഡ് ബൈ 4a സ്ക്വയർ. ബി സ്ക്വയർ പോയി മൈനസ് മൈനസ് പ്ലസ് ആയി ഇസ്ക്വൽ ടു 4ac ബൈ 4a സ്ക്വയർ. 4 ക്യാൻസലായി, ഒരു എ കട്ടായി വിച്ച് ഇസ് ഈക്വൽ ടു സി ബൈ എ. ഹെൻസ് പ്രൂവ്. ഇനി ഓക്കെ, നമുക്ക് ഒന്ന് രണ്ട് എക്സാമ്പിൾ ജസ്റ്റ് എടുത്ത് നോക്കാം. Example 1, x square minus 7x plus 10. ഇത് നമുക്ക് ജസ്റ്റ് സോൾവ് ചെയ്ത് നോക്കാം. ഇത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് ഫസ്റ്റ് മെത്തേഡ് വെച്ചിട്ട്, അതായത് എ എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സ് പ്ലസ് സി ആയിട്ട് കമ്പയർ ചെയ്യും. ഇവിടെ നമുക്ക് മനസ്സിലാകുന്നത് എ ഇസ് ഈക്വൽ ടു 1, ബി ഇസ് ഈക്വൽ ടു -7, സി ഇസ് ഈക്വൽ ടു 10. ഓക്കെ, ഇത് നമ്മളെ സ്റ്റാൻഡേർഡ് ഇക്വേഷന് എക്സ് ഇസ് ഈക്വൽ ടു മൈനസ് ബി ദ ഹോൾ സ്ക്വയർ -7 square plus or minus root of b square -7 square minus 4 into a into c 10 divided by 2 into a. നമുക്ക് ആൻസർ കിട്ടുന്നത് ഇറ്റ് ഇസ് ഈക്വൽ ടു 49 അല്ലേ. 7ൻ്റെ സ്ക്വയർ 49 പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് 49 മൈനസ് 40 ഡിവൈഡഡ് ബൈ 2 ഇസ് ഈക്വൽ ടു 49 പ്ലസ് ഓർ മൈനസ്, ഇവിടെ റൂട്ടിനുണ്ടെങ്കിൽ നമുക്ക് 9 കിട്ടും. 9ൻ്റെ റൂട്ട് 3. ഒരു സെക്കൻഡ്, ചെറിയൊരു സെറ്റ് വെച്ചിട്ടുണ്ട് അല്ലേ. ഇവിടെ ബി സ്ക്വയർ അല്ല മൈനസ് ബി ആണ്, സോറി, ഈ ഇക്വേഷന് തെറ്റ് പറ്റിയത് മൈനസ് ബി ആണ് അല്ലേ. മൈനസ് ബി പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് 4ac. ഇവിടെ കിട്ടുന്നത് 7 ആണ്. divided by 2 which is equal to 5,2. ഇതാണ് നമുക്ക് കിട്ടുന്ന രണ്ട് റൂട്ട്സ്. ഇത് നമുക്ക് ഗ്രാഫിൽ നമുക്ക് പിന്നെ സെക്കൻഡ് മെത്തേഡ് വെച്ച് സോൾവ് ചെയ്ത് നോക്കാം. എന്നിട്ട് അത് കഴിഞ്ഞ് നമുക്ക് ഇതിൻ്റെ ഗ്രാഫ് ഒന്ന് വരച്ച് നോക്കാം. ഓക്കെ, 7x പ്ലസ് 10 അല്ലല്ലോ, പ്ലസ് 10 ഈക്വൽ ടു 0. ഓക്കെ, പിന്നെ നമ്മൾ ഫാക്ടറിങ് മെത്തേഡിൽ നമുക്ക് ഈ മിഡിൽ ടേം ഉണ്ടല്ലോ ബി എക്സ്, മിഡിൽ ടേം ബി എക്സ്,
പി എക്സിനെ രണ്ട് ടേമായി സ്പ്ലിറ്റ് ചെയ്യണം. പി എക്സ് പ്ലസ് ക്യു എക്സ്. ഈ പി ആൻഡ് ക്യൂ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ പി ഇൻറ്റു ക്യൂ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എ ഇൻറ്റു സി കിട്ടണം. ഇതാണ് എ എക്സ് സ്ക്വയർ, ഇതാണ് സി. പി ഇൻറ്റു ക്യൂ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ. ഇനി നമുക്ക് ചെയ്യാനുള്ളത് പി ഇൻറ്റു ക്യൂ ഇസിക്വൽ ടു എ ഇൻറ്റു സി കിട്ടണം. ഓക്കെ. പിന്നെ പി എക്സ് പ്ലസ് ബി എക്സ്, പി എക്സ് പ്ലസ് ക്യൂ എക്സ്, ബി എക്സ് കൂടി കിട്ടും. ഇനി നമ്മുടെ കയ്യിലുള്ള ഇക്വേഷന് എക്സ് സ്ക്വയർ മൈനസ് 7x പ്ലസ് 10 ഈക്വൽ ടു 0. ഈ മൈനസ് 7x നമുക്ക് രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യണം. ഓക്കെ. ആ രണ്ട് ടേംസിൻ്റെ കോഎഫിഷ്യൻറ്റ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എ ഇൻറ്റു സി കിട്ടണം. ഈ കേസിൽ 10 ആണ്. അപ്പോൾ ആ രണ്ട് ടേംസ് -2x -7 -5x. ഇത് നിങ്ങൾക്ക് പെട്ടെന്ന് കത്തുന്നതെങ്കിൽ പ്രശ്നമില്ല. ഇത് കുറച്ച് എക്സ്പീരിയൻസ്, കുറച്ച് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ മനസ്സിലാവും. എക്സ് സ്ക്വയർ മൈനസ് 2x മൈനസ് 5x പ്ലസ് 10 ഈക്വൽ ടു 0. ഇനി ഇവിടെ നമുക്കൊരു എക്സ് കോമൺ എടുക്കാം. ഇവിടെ നമുക്ക് ഒരു -5 കോമൺ എടുക്കാം. ഇപ്പോൾ അങ്ങനെ കോമൺ എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് എക്സ് ഇൻറ്റു എക്സ് മൈനസ് 2 -5 ഇൻറ്റു എക്സ് മൈനസ് 2 ഈക്വൽ ടു 0. ഇനി മൊത്തം ഇക്വേഷനിൽ നമുക്ക് എക്സ് മൈനസ് 2 കോമൺ എടുക്കാം. എക്സ് മൈനസ് 2 ഇൻറ്റു എക്സ് മൈനസ് 5 ഈക്വൽ ടു 0. ഇതിനർത്ഥം എന്താ? നമുക്ക് എ ഇൻറ്റു ബി ഈക്വൽ ടു 0 എന്ന് കിട്ടും. അതിനർത്ഥം എ 0 ആവാം, അല്ലെങ്കിൽ എ ഈക്വൽ ടു 0 ഓർ ബി ഈക്വൽ ടു 0. ഓക്കെ. അപ്പോൾ നമുക്ക് കിട്ടുന്ന റൂട്ട്സ് എക്സ് ഈക്വൽ ടു 2, എക്സ് ഈക്വൽ ടു 5. ഇനി നമുക്ക് ഇക്വേഷനിൽ എക്സ് സ്ക്വയർ മൈനസ് 7x പ്ലസ് 10 ഈക്വൽ ടു 0. അതിൽ നമ്മുടെ സം ഓഫ് റൂട്ട്സ് ഉണ്ടായിരുന്നു -b/a വിച്ച് ഇസ് ഈക്വൽ ടു -7 ഡിവൈഡഡ് ബൈ 1 വിച്ച് ഇസ് ഈക്വൽ ടു 7. ഇനിയിപ്പോൾ നമുക്ക് സോൾവ് ചെയ്ത് വരുമ്പോൾ കിട്ടിയ റൂട്ട്സ് 2, 5 ആണ്. 2 + 5 എത്രയാണ്? 7. ഇനി നമുക്ക് പ്രൊഡക്ട്സ് ഓഫ് ഫ്രൂട്ട്സ് ഉണ്ട്. പ്രൊഡക്റ്റ് ഓഫ് ഫ്രൂട്ട്സ് എന്ന് പറഞ്ഞാൽ c/a. ഇവിടുത്തെ c 10, a1 വിച്ച് ഇസ് ഈക്വൽ ടു 10. പിന്നെ 2 × 5 10 തന്നെയാണ്. ഓക്കെ. ഇനി നമുക്ക് ഇതിൻ്റെ ഗ്രാഫ് എങ്ങനെ ഉണ്ടാവും നോക്കാം. ഇത് y ആക്സിസ്, ഇത് x ആക്സിസ്. ഈ ഗ്രാഫ് ഇങ്ങനെ ആയിരിക്കും ഉണ്ടാവുക. പാരബോള ഓപ്പണിംഗ് അപ്വേർഡ്സ്. കാരണം a പോസിറ്റീവാണ്. ഓക്കെ. ഇനി ഈ പോയിന്റ് എന്ന് പറഞ്ഞാൽ 2,0, ഈ പോയിന്റ് 5,0. ഓക്കെ. പിന്നെ വേറൊരു കാര്യം കൂടി നോട്ട് ചെയ്യാനുള്ളത്, നമുക്ക് ഈ കർവിൻ്റെ പാരബോളിൻ്റെ ഏറ്റവും മാക്സിമം പോയിന്റ് അല്ലെങ്കിൽ ഏറ്റവും താഴെയുള്ള പോയിന്റ് എന്താണ്? ഈ പോയിന്റ് ഈ ഗ്രാഫിൻ്റെ മിനിമം വാല്യൂ ആയിരിക്കും. ഇവിടുത്തെ a,b എന്നൊരു പോയിന്റ് ആണെങ്കിൽ ഇവിടുത്തെ ഈ b കോർഡിനേറ്റ് എന്ന് പറഞ്ഞാൽ ഈ ഇക്വേഷൻ്റെ അല്ലെങ്കിൽ ഈ ഗ്രാഫിൻ്റെ മിനിമം വാല്യൂ ആയിരിക്കും. ഓക്കെ. അപ്പോൾ ആ സമയത്ത് നമുക്ക് മാക്സിമം കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഗ്രാഫിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരിക്കലും കിട്ടില്ല. കാരണം ഈ ഗ്രാഫ് ടെൻസ് ടു ഇൻഫിനിറ്റി ആണ്. ഓക്കെ. പക്ഷെ നമുക്ക് പാരബോള ഓപ്പണിംഗ് ഡൗൺവേർഡ്സ് ആണെങ്കിൽ ഒരു മാക്സിമം വാല്യൂ കിട്ടും. അത് കിട്ടണമെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞ സംഭവം. ഡെറിവേറ്റീവ് നമ്മൾ ഇക്വേഷന് ax² + bx + c ഒരിക്കൽ ഡിഫറൻഷിയേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ അതിന് ഈക്വൽ ടു 0 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മാക്സിമം അല്ലെങ്കിൽ മിനിമം പോയിന്റ് ഏതാണെന്ന് കിട്ടും. ഓക്കെ. എന്നിട്ട് ആ എക്സിൻ്റെ വാല്യൂ ആ ഇക്വേഷനിൽ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് മാക്സിമം അല്ലെങ്കിൽ മിനിമം കിട്ടും. ഈ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞ സാധനം നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, കമൻറ്റ് ബോക്സിൽ ഇടുക. ഓക്കെ. അതിനെക്കുറിച്ച് ഞാൻ എന്തായാലും വേറെ തന്നെ ഒരു ക്ലാസ് എടുക്കുന്നതാണ്. ഓക്കെ. ഇപ്പോൾ നമ്മളെ ക്വാഡ്രാറ്റിക് ഇക്വേഷൻസ് ഇത്രയേ ഉള്ളൂ. ഞാൻ പിന്നെ നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിങ്ങൾക്കൊരു കുറച്ച് പ്രോബ്ലംസ് ഇട്ട് തരാം. നിങ്ങൾ അതൊന്ന് ജസ്റ്റ് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. ഓക്കെ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്തായാലും കമൻറ്റ് ബോക്സിൽ ഇടുക.